ഇന്നും കപ്ലങ്ങയാണോ? കേട്ടുള്ള ചോദ്യം കേട്ടത് ഞാനങ്ങ് ഇല്ലാണ്ട്. എൻ്റെ പൊന്നടാവേ, ഇത് കടച്ചക്ക അല്ലെ ശീമച്ചക്ക അങ്ങനെയൊക്കെ പറയും. മാങ്ങയും തേങ്ങയും തിരിച്ചറിയാത്ത ഇതിനായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ശാസ്ത്രലോകത്തെ പൊൻതാരകമെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചത്. കടച്ചക്ക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കഷ്ണിച്ചിട്ട് ഒരു കറി അങ്ങ് വെക്കാം. നീ ഇത് പഠിച്ചിട്ടിനി പോയാ കാലവന്മാർ വെള്ളത്തിലൊന്ന് കുളിച്ച് തിളച്ചങ്ങ് വരട്ടെ. നല്ലപോലെ ചിരണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, മസാലക്കൂട്ടും ലേശം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ അങ്ങ് ഇട്ടിട്ട് മിക്സിയിലിട്ടൊരു ഒറ്റ അടി അങ്ങ്. ഇപ്പം നമുക്ക് അടുപ്പത്തിരിക്കുന്ന പാനിൻ്റെ അകത്ത് എണ്ണയും മൂട്ടിൽ തീ വിട്ടിട്ട് ഇപ്പം ഇങ്ങനെ, എന്നിട്ട് ഈ പാനിൻ്റെ അകത്ത് കുറച്ച് എണ്ണയൊഴിച്ച് അതിനെയും ചൂടാക്കി അതിൻ്റെ അകത്തിടുന്ന കടുകിനെ പൊട്ടിത്തെറിപ്പിക്കാൻ പ്രേരണയും കൊടുത്ത് ലേശം സവോള കുനുകുനാന്നരിഞ്ഞതിട്ട് സ്വന്തം തണ്ടിന്മേൽ നിന്നും കറിവേപ്പില ഇങ്ങനെ ഓരോന്നായി അടർത്തിയെടുത്ത് എണ്ണയിലിട്ട് നല്ല ചുവപ്പ് വറ്റൽമുളകിനെ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം കൂടെ ഒന്നങ്ങനെ ചൂട് പിടിച്ച് മൂത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ എത്തിക്കണം. മൂത്ത് നിൽക്കുന്ന ഇവന്മാരുടെ ഇടയ്ക്കോട്ട് ഒന്നുകൂടൊന്ന് മൂപ്പിക്കാനായിട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് ശരിക്ക് ഇളക്കി അങ്ങ് എടുക്കുക. നേരത്തെ മഞ്ഞളിട്ട് വേവിച്ച് വെച്ച കുനുകുനാ കടച്ചക്ക കഷ്ണങ്ങൾ കൂട്ടിയിട്ട് ഇളക്കുക. അടപ്പ് പൊക്കി ഒളിഞ്ഞു നോക്കുക. ആവി പറക്കുന്ന നാവിൽ വെള്ളമുറുന്ന കടച്ചക്കക്കറി നോക്കി നിൽക്കുമ്പോൾ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഉപ്പ് നോക്കാൻ മറന്നുപോയ ഇതുണ്ടാക്കി തിന്നാനിരിക്കുന്ന നിനക്ക് പോയി. അപ്പം ശരി, ഗുഡ് ബൈ.